കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കുറ്റിച്ചിറയിലേക്ക് നടന്നു ചെല്ലുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രത്തിലേക്കാണ്. ഉപ്പുകാറ്റേൽക്കുന്ന കോഴിക്കോടൻ തീരത്ത് സാമൂതിരിമാരുടെ ഭരണകാലത്ത് അറബിക്കടൽ കടന്നുവന്ന കപ്പലുകൾ കൊണ്ടുവന്നത് വെറും സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ലായിരുന്നു, ഒരു വലിയ സംസ്കാരം കൂടിയായിരുന്നു. ആ സംസ്കാരത്തിൻ്റെ മൈത്രിയുടെ ഏറ്റവും വലിയ പ്രതീകമാണ് ഇന്ന് നമ്മൾ കാണുന്ന കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. 14-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 700-ലധികം വർഷങ്ങൾക്ക് മുൻപ്, നഖൂദ ഖാജ മിഷ്കാൽ എന്ന ധനികനായ അറബി വ്യാപാരിയാണ് ഈ പള്ളി നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മിഷ്കാൽ പള്ളി എന്ന പേര് വന്നതും. അക്കാലത്ത് പ്രശസ്ത സഞ്ചാരിയായിരുന്ന ഇബ്നു ബത്തൂത്ത പോലും തൻ്റെ യാത്രാവിവരണങ്ങളിൽ ഖാജ മിഷ്കാലിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കപ്പലുകളെക്കുറിച്ചും വലിയ ആദരവോടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ നിർമ്മാണ ശൈലിയാണ്. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ പള്ളികളിൽ കാണുന്ന മിനാരങ്ങളോ താഴികക്കുടങ്ങളോ ഇവിടെ കാണാൻ കഴിയില്ല. പകരം കേരളത്തിൻ്റെ തനത് വാസ്തുവിദ്യയായ തച്ചുശാസ്ത്ര രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആൽത്തറകളും നാലുകെട്ടുകളും ഓർമ്മിപ്പിക്കുന്ന രൂപം, 47 തൂണുകളിലായി താങ്ങി നിർത്തിയിരിക്കുന്ന തേക്ക് തടിയിൽ തീർത്ത മനോഹരമായ 4 നിലകൾ, തടിയിൽ കൊത്തിവെച്ചിരിക്കുന്ന അറബിക് ലിപികളും കാലത്തെ അതിജീവിച്ച നമ്മുടെ മരപ്പണിയുടെ പല ഉദാഹരണങ്ങളാണ്. മിഷ്കാൽ പള്ളിയുടെ ചരിത്രം കേവലം പ്രാർത്ഥനയുടേത് മാത്രമല്ല, പ്രതിരോധത്തിൻ്റേത് കൂടിയാണ്. AD 1510 പോർച്ചുഗീസുകാർ ഈ പള്ളി ആക്രമിക്കുകയും ഇതിൻ്റെ ചില ഭാഗങ്ങൾ തകർക്കുകയും ചെയ്തു. എന്നാൽ അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്ന ഹൈന്ദവ രാജാവായ സാമൂതിരി തൻ്റെ നായർ പടയാളികളെ അയച്ചാണ് പള്ളി സംരക്ഷിച്ചതും പോർച്ചുഗീസുകാരെ തുരത്തിയതും. പിന്നീട് സാമൂതിരിയുടെ സഹായത്തോടെ തന്നെയാണ് പള്ളിയുടെ കേടുപാടുകൾ തീർത്ത് പണി കഴിപ്പിച്ചത്. കാലത്തെ അതിജീവിക്കുന്ന പ്രതീകം ഇന്നും 5 നേരത്തെ പ്രാർത്ഥനകൾക്കായി ഇവിടെ വിശ്വാസികൾ ഒത്തുകൂടുന്നു. ചരിത്രകാരന്മാരും സഞ്ചാരികളും ഇതിൻ്റെ സൗന്ദര്യം തേടി കോഴിക്കോട്ടേക്ക് എത്തുന്നു. കാലം ഒരുപാട് മാറിയിട്ടും കോഴിക്കോടിൻ്റെ നന്മയും പരസ്പര സ്നേഹവും വിളിച്ചോദിച്ചുകൊണ്ട് കുറ്റിച്ചിറയിലെ ഈ വലിയ കുളത്തിന് അരികിൽ മിഷ്കാൽ പള്ളി ഇന്നും തലയുയർത്തി നിൽക്കുന്നു, ഒരു വലിയ ചരിത്രത്തിൻ്റെ സാക്ഷിയായി.